ഹലോ, ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണേ. അപ്പം അതിൻ്റേതായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ വ്ലോഗ് ഇത്രയും ഡിലേ ആയത്. ആകെ കിട്ടുന്ന ഒരു സൺഡേ പുറത്തു പോകണമെന്ന് എന്ന് വിചാരിച്ചാണ് ബാക്കിയുള്ള 6 ദിവസവും എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി നിൽക്കുന്നത്. അങ്ങനെ സൺഡേ എവിടെ പോകാമെന്ന് ആലോചിച്ചപ്പോഴാണ് ട്രിവാൻഡ്രത്ത് പുതിയതായിട്ട് തുടങ്ങിയ ഗ്ലാസ് ബ്രിഡ്ജ് ഓർമ്മ വന്നത്. പിന്നെ ഒന്നും നോക്കില്ല, നേരെ വിട്ടു ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട്. ഈ പോകുന്ന വഴി മൊത്തവും ടാറ്റു പോകുന്ന സ്ഥലം എത്തിയോ എന്ന് ക്ഷമയില്ലാതെ ചോദിക്കുന്ന എൻ്റെ മോളോട് എവിടെ പോകുന്നു, എന്ത് കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാലും എത്തുന്നവരെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലുലു മാൾ എത്തിയത്. ലുലു മാൾ കണ്ടപ്പോൾ വിചാരിച്ചു കൊച്ച് ലുലു മാളിലായിരിക്കും നമ്മൾ കയറാൻ പോകുന്നതെന്ന്. പക്ഷേ ലുലു മോൾ കഴിഞ്ഞ് പോകുന്ന കണ്ടപ്പോൾ കൊച്ചു ചോദിച്ചു, അമ്മ ഇതുവരെ എത്തിയില്ലേ, സ്ഥലം ലുലാമിയിലല്ലേ നമ്മൾ പോകുന്നത്. ഈ ലുലാമി എന്ന് പറയുന്ന സ്ഥലം എൻ്റെ മോള് ലുലു മോളിനെ വിളിക്കുന്ന പേരാണ്. അങ്ങനെ ഇവിടെയല്ല പോകുന്ന സ്ഥലം ഇപ്പം എത്തും എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് ഞാൻ എസ്കേപ്പ് അടിച്ചു. കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്താറായി. ദൂരെ നിന്ന് വരുമ്പോഴേ നമുക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറി. ഇവിടെ കയറാനായിട്ട് പെർ ഹെഡ് 40 or 80 2 പേർക്ക് അങ്ങനെ എന്തോ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ എൻട്രി പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. കുട്ടികൾക്കും മുതിർന്നവർക്കും അത്യാവശ്യം നല്ല നേരം പോക്കിന് പറ്റിയ ഒരു ഔട്ടിംഗ് സ്പോട്ടാണ് ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ്. മുതിർന്നവർക്കും അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസും കുട്ടികൾക്കും ഒത്തിരി ആക്ടിവിറ്റീസും പ്ലേ ഏരിയയും ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് ഒട്ടും ബോറടിക്കത്തില്ല എന്ന് വെച്ച് അവർക്ക് ബോറടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ബോറടിക്കും എന്നല്ല, ഇവരുടെ പിറകെ നടക്കുന്നതുകൊണ്ട് ബോറടിക്കാനുള്ള സമയം പോലും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇതിൽ കയറുന്നത് നടക്കൂല എന്നറിഞ്ഞപ്പോൾ ഇറങ്ങി ഓടി എൻ്റെ മോളെയാണ് നിങ്ങളീ കണ്ടത്. പിന്നെ അവളുടെ പിറകെ ഏട്ടനെ ഓടി. പിന്നെ അവളുടെ പുറകെ നടന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെടും. അതുകൊണ്ടാണ് ഏട്ടൻ ഈ പുറകെ ഇങ്ങനെ ഓടി നടക്കുന്നത്. ഇവിടെ നിന്ന് വന്ന കാര്യം നടക്കൂല എന്നുള്ള ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ദേവമയം വിളിച്ചുകൊണ്ട് മുകളിലോട്ട് പോയി. മുകളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, എല്ലാത്തിനും സെപ്പറേറ്റ് ചാർജസും ഉണ്ട്. ഇവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് കയറാനുള്ള ക്യൂ നിൽക്കേണ്ടത്. പെർ ഹെഡ് 200 വെച്ചിട്ടാണ്. അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ക്യൂ നിന്നതിന് ശേഷമാണ് ഞങ്ങൾ കയറിയത്. നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ശരിക്കും ഞാൻ ദയാമയുടെ ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, ആ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും, അവളുടെ റിയാക്ഷൻ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും ഞാൻ എക്സൈറ്റഡായി നിന്നത്. പക്ഷേ അവൾക്ക് ഒരു പേടിയോ ഒന്നുമില്ലായിരുന്നു. നമ്മൾ ഈ ചില വീഡിയോസ്, ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കുട്ടികൾ കയറുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പേടിക്കും അവർ, കുട്ടികൾ ഒരുപാട് പേടിച്ചിട്ടൊക്കെ കയറുന്നത്. പക്ഷേ ഇവിടെ ഒരു പേടിയില്ലായിരുന്നു. ഞാനത് അങ്ങനെ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നിന്നത്. പക്ഷേ ഒരു പേടിയില്ലായിരുന്നു. അവൾക്ക് ഭയങ്കര കൂളായിരുന്നു. അവിടെ ഇരിക്കുക, നിന്ന് ഓടുക. പിന്നെ ഞങ്ങൾ കയറിയപ്പോഴത്തേനും മഴയും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ അവിടെ ഭയങ്കര ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലിപ്പറി ആവുന്നത് കാരണം
അവളുടെ താഴെ നിർത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ അവളെ എടുത്തു. പിന്നീട് ഒരു ബാച്ചിന് 10 മിനിറ്റ് ടൈമാണ് ഉള്ളത്. അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ നല്ല നൈറ്റ് വ്യൂ ഭയങ്കര രസമാണ് കേട്ടോ. ആ ബ്രിഡ്ജ്, ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ വിചാരിക്കുന്ന പോലെയല്ല, അവളെയും കാട്ടി പേടി ശരിക്കും എനിക്കുണ്ടാകണമെന്ന് വേണം പറയാനായിട്ട്. കുറച്ച് കഴിയുമ്പോൾ കുഴപ്പം, നമ്മൾ ഈ താഴെ നോക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഒരു പേടി. നടന്നുകൊണ്ടിരുന്നാൽ കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്ന് നമ്മൾ താഴെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ വീഴുന്ന പോലെ ഒരു പെട്ടെന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. പിന്നെ അവർ ഈ ഒരു കോട പോലെ സെറ്റ് ചെയ്തിട്ടുള്ള അതും ഭയങ്കര രസമാണ്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. വലിയവരായിരുന്നാലും കുഞ്ഞു പിള്ളേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഡേമയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഞങ്ങളധികം നിന്ന് നനഞ്ഞ് അവസാനം കുളിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മഴ അങ്ങ് തകർത്ത് പെയ്യുമായിരുന്നു. ഒരു രക്ഷയില്ല, ഭയങ്കര മഴയായിരുന്നു. ഞാനാണെങ്കിൽ റെയിൻകോട്ടും എടുക്കാൻ മറന്നുപോയി. വാവയുടെ റെയിൻകോട്ട് മാത്രം എന്തോ ഭാഗ്യത്തിന് വണ്ടിയിലുണ്ടായിരുന്നു. ഞാൻ എടുക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ എനിക്ക് കുറേ ഡോസിന് വഴക്ക് കിട്ടിയായിരുന്നു. പിന്നെ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് പാർക്കിൽ കളിക്കണമെന്ന് ബഹളമായി, ഐസ്ക്രീം വേണമെന്ന് ബഹളമായി. പിന്നെ എല്ലാവരും മഴയായതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ മഴയത്ത് കളിക്കാൻ വിട്ടാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ചേട്ടൻ എടുത്തുകൊണ്ട് പോയി. പിന്നെ പുറത്ത് ഇതുപോലെ അവർ കുറേ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സെയിലിനാണെന്ന് തോന്നുന്നു. മഴയായതുകൊണ്ടും ഞങ്ങൾ നിന്നില്ല നോക്കാനായിട്ടൊക്കെ. ഒരുപാട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ തോർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം വിട്ടു കേട്ടോ തിരിച്ച് വീട്ടിലോട്ട്. പോകുന്ന വഴിക്ക് ഐസ്ക്രീം വേണമെന്ന് നല്ല വാശിയായിരുന്നു. ഇങ്ങോട്ടൊന്നും മഴ ഒട്ടും പെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഒരുപാട് വൈകിയോണ്ട് തന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാലോ എന്നാലോചിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നേരെ അൽബേക്കിലാട്ടോ പോയത്. ഞങ്ങളിവിടുത്തെ തലശ്ശേരി ദം ബിരിയാണി കഴിക്കാനായിട്ടാണ് വന്നത്. പക്ഷെ അത് നമ്മുടെ ഭാഗ്യം കൊണ്ട് അതവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു ബ്രോസ്റ്റഡും ഒരു ബർഗറും പിന്നെ ഒരു അറബിക് റോളും പിന്നെ മോമോസും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.